അല്പസമയത്തിനകം ഈ അക്കരക്കരയിലുള്ള മുഴുവൻ ആളുകളെയും അവരുടെ സാധന സാമഗ്രികളും അടക്കം അവരെ ഇന്ത്യൻ വായുസേന രക്ഷിക്കും, ഇന്ത്യൻ വായുസേന മോചിപ്പിക്കും, ഇന്ത്യൻ വായുസേന അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് സല്യൂട്ട് ഇന്ത്യൻ എയർഫോഴ്സ്. ഈ അപകടം പിടിച്ച ഈ ദുരന്ത ഭൂമിയിലേക്ക് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി വളരെ സാഹസികമായിട്ടാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്തരമൊരു ടെറൈനിൽ ഈ ദുരന്തം പെയ്തിറങ്ങിയ ഈ ടെറൈനിലേക്ക് ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത. നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ അപകടസന്ധിയിൽപ്പെടുമ്പോൾ ദുരന്ത മുഖത്തേക്ക് പട്ടാളം എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നമുക്കിതിനെ കാണാം. സല്യൂട്ട് ടു ഇന്ത്യൻ ആർമി ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ് ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ വന്നിറങ്ങിയത്. ഒരുപക്ഷെ അവിടെയുള്ള അസുഖം ബാധിച്ചവരെയും മറ്റുള്ളവരെയും ഒക്കെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് ഇന്ത്യൻ വായുസേനയുടെ ഈ ഹെലികോപ്റ്റർ അവിടെ ഈ ദുരന്ത മണ്ണിൽ പറന്നിറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ട ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആഷ്മി, ഒരുപക്ഷെ ഈ നിമിഷം നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. വയനാട് പോലെയുള്ള അപകടം പിടിച്ച ഒരു ടെറൈനിൽ, അതും ഉരുൾപൊട്ടലിൽ ഇത്ര പേരുടെ മനുഷ്യന് ഹാനി ഉണ്ടാക്കിയ ഉരുൾപൊട്ടലിൻ്റെ ദുരന്ത മുഖത്താണ് നമ്മുടെ ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നത്. സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ്. ഹാഷ്മി, സല്യൂട്ട് അർഹിക്കുന്നു എയർഫോഴ്സ്. എസ് കെ എൻ കാര്യം അത്രത്തോളം ദുഷ്കരമായ ഒരു ടെറൈനിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനടുത്ത്, വെള്ളമൊഴുകുന്നതിനടുത്ത് വളരെ ശ്രമകരമായി നൂലിൽ പിടിച്ചെന്ന വണ്ണം ആ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യുന്നതിൽ നമ്മുടെ എയർഫോഴ്സിൻ്റെ ഇക്കാര്യത്തിലെ കാര്യപ്രാപ്തി, അവരുടെ ഡെഡിക്കേഷൻ വളരെ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ ഉറപ്പായും ചരിത്രത്തിലേക്ക് ദൃശ്യങ്ങളാണെന്നതിൽ ഒരു തർക്കവുമില്ല. എസ് കെ എൻ കാര്യം പാലം തകർന്നെടുത്ത് 100% സ്റ്റാൻഡേർഡായി നിൽക്കുന്ന ഈ മേഖലയിലേക്ക്, മുണ്ടക്കൈ എന്ന മേഖലയിലേക്ക്, കേരളത്തിൻ്റെ വേദനയായി നീറ്റിലായി നിൽക്കുന്ന മുണ്ടക്കൈ എന്ന മേഖലയിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് അതിൻ്റെ രക്ഷാകരവുമായി വരുന്നു. ബാക്കിയൊക്കെയും നിസ്സഹായമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇന്ത്യൻ സേനയും ആർമിയും അവരുടെ രക്ഷകരായി വരുന്നു. മാത്രമല്ല ഫയർഫോഴ്സ് അടക്കം, NDRF അടക്കം, കേരള പോലീസ് അടക്കം എല്ലാവരും സംയോജിതമായി പ്രവർത്തിക്കുന്നു. ഈ ദൃശ്യങ്ങൾ എസ് കെ ഇത് അത് വലിയ ആശ്വാസം നൽകുന്ന, അത് വലിയ സ്നേഹം തോന്നുന്ന ദൃശ്യങ്ങളാണ്. ആ ഒരു പൗരനെ രക്ഷിക്കാൻ, അവിടെ അകപ്പെട്ടു പോയ നമ്മുടെ കുറച്ച് പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ വായുസേന അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങളിൽ ഒന്നിനിപ്പോൾ ഇപ്പോൾ മുൻകൈ എടുക്കുകയാണ്. ഈ സമയത്ത് അവിടെ വലിയ മൂടൽമഞ്ഞാണ്, വിസിബിലിറ്റി പ്രശ്നമുണ്ട്, അവിടെ ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്, അത് പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ അങ്ങോട്ട് യഥാർത്ഥത്തിൽ എയർലിഫ്റ്റ് ചെയ്യും ആളുകളെ എന്ന് ഇന്ത്യൻ വായുസേന പറയുമ്പോൾ ഇത്തരമൊരു ടെറൈനിലേക്ക് ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ശ്രീകാന്ത് കൂടി ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീകാന്ത്, ഈ അവിശ്വസനീയമായ കാഴ്ച നമ്മളെ ആവേശം കൊള്ളിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും കാര്യക്ഷമതയിൽ നമ്മൾ അഭിമാന പുളകിതരാകുന്ന നിമിഷമാണ്. ഏത് അപകടം പിടിച്ച ദുരന്ത മുഖത്തേക്കും തങ്ങളുണ്ട് എന്ന് സൈന്യം ഒന്നും കൂടി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിമാനം ഈ വയനാട്ടിലെ അപകടം പിടിച്ച ഈ മണ്ണിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്ര ശ്രമിച്ചാലും അതിസാഹസികം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയിരിക്കുന്നത്. ഈ പരിക്കേറ്റ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരൂരിൽ ഈശ്വർ മാൽപ്പയായിരുന്നു ഇരട്ടച്ചങ്കരെങ്കിൽ ഇതാ ഇവിടെ ഇപ്പോൾ ഈ ചൂരൽമലയിൽ ഇരട്ടച്ചങ്കൻ ഇന്ത്യൻ വായുസേനയാണ്. ആപത്തിൽപ്പെട്ട് കിടന്ന, രക്ഷിക്കാൻ ആരെത്തുമെന്ന ആദിയോടെ കിടന്ന ആ പൗരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതാ ഇന്ത്യൻ വായുസേന എത്തിയിരിക്കുന്നു. ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഒരു കാരണവശാലും ഇവിടേക്ക് വായുസേനയുടെ എന്നല്ല ഒരു തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾക്കോ മറ്റ് ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ഇറങ്ങുന്നതിനുള്ള സാധ്യതയേ ഇല്ലാത്ത ടെറൈനാണ്. ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി, പ്രതലം തന്നെ വളരെ മോശമാണ്. അവിടെ തകർന്ന് പൊളിഞ്ഞടുങ്ങിയ റോഡിലേക്കാണ് പൗരന് വേണ്ടി ഇന്ത്യൻ വ്യോമസേന പറന്നിറങ്ങിയത്. പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ വ്യോമസേന അവരുടെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം ഇവരുമായി ഇന്ത്യൻ വ്യോമസേന ആശുപത്രിയിലേക്ക് മാറും. പരിക്കേറ്റ നിരവധി ആളുകളുണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്ത്. തങ്ങൾ എങ്ങനെ മറുകരയെത്തും, തങ്ങൾക്ക് ചികിത്സ കിട്ടുമോ, ഇനിയൊരു രക്ഷയുണ്ടാകുമോ ജീവിതത്തിൽ, അതോ ഒറ്റപ്പെട്ട് ഈ തുരുത്തിൽ തീരാനാണോ വിധി? ഇങ്ങനെ പല ആദികളും വ്യാധികളുമായി കഴിഞ്ഞിരുന്നവരാണ് മുണ്ടക്കൈയിൽ ഈ 14 മണിക്കൂറായി ആളുകൾ. പക്ഷേ അവരുടെ അടുത്തേക്ക് രക്ഷാദൂതുമായി ഇന്ത്യൻ വായുസേന എത്തിയിരിക്കുന്നു. SAN അഭിമാനം നൽകുന്ന കാഴ്ചയാണ്, വളരെ ആവേശം നൽകുന്ന കാഴ്ചയാണ്. ഒറ്റയ്ക്കല്ല നമ്മൾ,
നമ്മോടൊപ്പം നമ്മുടെ സൈന്യം കണ്ണിമ ചിമ്മാതെ ഉറക്കമിളച്ച് നമ്മുടെ പൗരന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമ്മുടെ സൈന്യമുണ്ട്, ഇന്ത്യൻ വായുസേനയുണ്ട്, ഇന്ത്യൻ ആർമിയുണ്ട്. പറന്നുയരാൻ പോകുന്നു. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും സങ്കടപ്പെട്ട കടലിലേക്കാണ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ അപകടം പിടിച്ച ദുർബലമായ ഈ മണ്ണിലേക്ക് ഒരു വെള്ളപ്പൊക്കം, വെള്ളക്കെട്ടും അതുപോലെ തന്നെ തകർന്നടിഞ്ഞ ഈ മണ്ണിന്റെ ഭൂപ്രകൃതിയിലേക്കാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ദുരന്ത മുഖങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് സാഹസിക കർമ്മവും നടത്തും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഹെലികോപ്റ്റർ പരിക്കേറ്റവരെയും കൊണ്ട് ഈ അല്പനിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് പറന്നുയരും. തൊട്ടരികിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന നദിക്കരയിൽ വളരെ അത്ഭുതകരമായി ലാൻഡ് ചെയ്യിച്ച ആ പൈലറ്റിനും നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട്. ഇന്ത്യൻ വായുസേനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ടെറൈനിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി പരിക്കേറ്റ ആളുകളെ ചികിത്സയ്ക്കായി എയർലിഫ്റ്റ് ചെയ്യുന്ന ഏറ്റവും സന്തോഷകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രക്ഷപ്പെടുത്താൻ ആളുകൾ വരുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചു നിൽക്കുന്ന പരിക്കേറ്റവരെ ചികിത്സ കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഈ മണ്ണിലേക്ക് ലാൻഡ് ചെയ്ത് അത്ഭുത കഥകൾ രചിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്. പക്ഷേ നമ്മുടെ നാടിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്ത മുഖങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്തെങ്കിലും കീറാമുട്ടികൾ പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കില്ല എന്ന് തെളിയിച്ച് ഈ ഹെലികോപ്റ്റർ പറന്നിറങ്ങി ഈ മണ്ണിലേക്ക്. ഒരുപക്ഷെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് ഈ പ്രദേശങ്ങളാകെ മൂടിക്കിടക്കുന്ന ഈ വൈകിയ വേളയിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യിക്കുന്നു. ആഷ്മി, ഒരുപക്ഷെ നമ്മൾ ഈ അടുത്ത കാലം കണ്ട ഏറ്റവും നല്ല നിമിഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് സമ്മാനിച്ചത്.